നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. താലിബാനുമായുള്ള സമാധാന ചർച്ചയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പിന്മാറി. താലിബാനുമായി അമേരിക്ക നടത്തുന്ന സമാധാന ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലെന്ന് അഫ്ഗാൻ പ്രസിഡന്റ് ഹാമിദ് കർസായി. അമേരിക്ക കലാപകാരികൾക്ക് ഔദ്യോഗിക പദവി നൽകുകയാണെന്നും കർസായി. ലണ്ടൻ തീവ്രവാദ ബന്ധമുണ്ടെന്നാരോപിക്കുന്ന മതപണ്ഡിതൻ അബൂ ഖതാദയെ നാടുകടത്താൻ ബ്രിട്ടനും ജോർദാനും തമ്മിൽ ധാരണയായി. ഇത് സംബന്ധിച്ച ഉടമ്പടിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണും ജോർദാൻ രാജാവ് അബ്ദുള്ളയും ഒപ്പുവെച്ചു. ഉടമ്പടി ജോർദാൻ രാജാവിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിൽ. ഖത്തറിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നു. വിലക്കയറ്റത്തിന് കാരണം ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യസാധനങ്ങൾക്ക് വില ഇരട്ടിയിലധികമായത്. വിലവർധന ബാധിക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളായ തൊഴിലാളികളെ. ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ ക്വാട്ടയിൽ നിന്ന് 20% സീറ്റുകൾ വെട്ടിക്കുറച്ചു. ക്വാട്ട കുറച്ചത് ടൂർ ഓപ്പറേറ്റർമാർ മുഖേനയുള്ള തീർത്ഥാടകരെ ബാധിക്കും. നടപടി മക്കയിലെ ഹറം വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ ശ്രീലങ്കയെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ശിഖർ ധവാനും കോഹ്ലിക്കും അർദ്ധ സെഞ്ചുറി. കോൺഫെഡറേഷൻ കപ്പ് ഫുട്ബോളിൽ സ്പെയിൻ താഹിദിയെയും നൈജീരിയ ഉറുഗ്വേയെയും നേരിടും. വിശദമായ വാർത്തകളിലേക്ക്. താലിബാനുമായി അമേരിക്ക നടത്തുന്ന സമാധാന ചർച്ചയിൽ പങ്കെടുക്കില്ലെന്ന് അഫ്ഗാൻ പ്രസിഡന്റ് ഹാമിദ് കർസായി. US പ്രതിനിധികൾ ഇന്ന് ദോഹയിലെത്തുമെന്നും താലിബാന്റെ പുതിയ ഓഫീസിൽ വെച്ച് ചർച്ച നടത്തുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ അമേരിക്ക കലാപകാരികൾക്ക് ഔദ്യോഗിക പദവി നൽകുകയാണെന്നും അതിനാൽ ചർച്ചയിൽ സഹകരിക്കാനാവില്ലെന്നും അഫ്ഗാൻ വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ദോഹയിൽ ആരംഭിച്ചത് താലിബാന്റെ രാഷ്ട്രീയ കാര്യാലയമല്ലെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലണ്ടൻ തീവ്രവാദ ബന്ധമുണ്ടെന്നാരോപിക്കുന്ന മതപണ്ഡിതൻ അബൂ ഖതാദയെ നാടുകടത്താനുള്ള ഉടമ്പടിയിൽ ബ്രിട്ടനും ജോർദാനും ഒപ്പുവെച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണും ജോർദാൻ രാജാവ് അബ്ദുള്ളയുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നടപടികളാണ് പ്രധാനമായും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതെന്ന് ബ്രിട്ടൻ അറിയിച്ചു. സിറിയയിലെ പ്രതിസന്ധിയും മധ്യപൗരസ്ത്യ ദേശത്തെ സമാധാനത്തിനുള്ള നടപടികളും ചർച്ചാ വിഷയങ്ങളായി. തീവ്രവാദ ബന്ധമുണ്ടെന്നാരോപിക്കുന്ന മതപണ്ഡിതൻ അബൂ ഖതാദയെ നാടുകടത്തുന്നതിനുള്ള ഉടമ്പടിയും ഇരു രാജ്യങ്ങളും ചേർന്ന് ഒപ്പിട്ടു. ഖതാദയെ നാടുകടത്തുന്നത് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ അപേക്ഷ അപ്പീൽ കോടതി നിരസിച്ചിരുന്നു. ഇതിനു തൊട്ടു പിന്നാലെയാണ് ഖതാദയെ നാടുകടത്താനുള്ള കരാർ ഒപ്പിട്ടതായി ബ്രിട്ടൻ അറിയിച്ചത്. ലണ്ടനും ഒമാനും തമ്മിൽ കഴിഞ്ഞ ഏപ്രിലിൽ ഒപ്പുവെച്ച നിയമ നടപടികൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച അംഗീകരിച്ചു. ഇതോടെ നാടുകടത്താനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിയിരിക്കുകയാണ്. ഇത് പ്രകാരം വിചാരണ കൂടുതൽ സുതാര്യമാകുമെന്നും കോടതി വിചാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കില്ലെന്നും ഉടമ്പടി ഉറപ്പു നൽകുന്നു. യൂറോപ്പിലെ ഒസാമ ബിൻ ലാദന്റെ വലങ്കയെന്ന് ഒരു സ്പാനിഷ് ജഡ്ജി വിശേഷിപ്പിച്ച അബൂ ഖതാദ 1999 തീവ്രവാദ കേസ് ആരോപിക്കപ്പെട്ട് അറസ്റ്റിലാകുന്നത്. തുടർന്ന് ജോർദാൻ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. 2012 നവംബറിൽ ജാമ്യത്തിലിറങ്ങിയ ഖതാദയെ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് കാട്ടി കഴിഞ്ഞ മാർച്ചിൽ വീണ്ടും അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഖത്തറിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നു. ഭക്ഷ്യസാധനങ്ങൾക്കടക്കം വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളായ തൊഴിലാളികളാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വിലക്കയറ്റം മൂലം ഖത്തറിലെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. വരുമാനം കുറവായ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി തൊഴിലാളികൾക്കാണ് വിലക്കയറ്റം വലിയ ദുരിതമുണ്ടാക്കിയിരിക്കുന്നത്. മുമ്പ് ചില്ലറ വിൽപ്പനശാലകളെ ആശ്രയിച്ചിരുന്ന പലരും ഇപ്പോൾ മൊത്തവിതരണ കടകളിൽ നിന്നും ഒരാഴ്ച വരെയുള്ള സാധനങ്ങൾ ഒന്നിച്ചു വാങ്ങി ചെറിയ രീതിയിൽ ചിലവ് കുറയ്ക്കുന്നു. പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്ന വില നിലവാരം ഉപഭോക്താക്കൾക്ക് മൊത്തവിതരണ കടകളിലും ലാഭം നൽകുന്നില്ലെന്ന് വ്യാപാരിയായ റൌഫ് ഹസം പറഞ്ഞു. Generally it is getting more expensive. But now that we come here, even here it's getting more expensive. GCC രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യസാധനങ്ങൾക്കുള്ള വില ഇരട്ടിയിലധികം വർദ്ധിച്ചതാണ് ഇപ്പോഴുണ്ടായ വിലക്കയറ്റത്തിന് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. 2002 $2 ബില്യൺ ഭക്ഷ്യസാധനങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നതെങ്കിൽ 2012 ആയപ്പോഴേക്കും ഇത് $36 ബില്യൺ വർദ്ധിച്ചു. ഈ വർധന മാർക്കറ്റിൽ പ്രതിഫലിച്ചതാണ് ഇപ്പോഴുണ്ടായ വിലക്കയറ്റത്തിന്റെ കാരണം. 90% ഭക്ഷ്യവസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ. 2008 രാജ്യത്ത് മുൻപ് ഇതിനേക്കാൾ രൂക്ഷമായ വിലക്കയറ്റമുണ്ടായതെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും പെട്ടെന്നുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എന്നാൽ ദീർഘകാല ഇടപെടൽ നടത്തി ഭാവിയിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾക്കാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതികളുടെ ഭാഗമായി അധികൃതർ ലക്ഷ്യമിടുന്നത്. 2006 ഏഷ്യൻ ഗെയിംസിന് വേദിയായപ്പോഴാണ് ഖത്തറിൽ വിലക്കയറ്റം കുതിച്ചുയർന്നത്. 2022 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ വിലക്കയറ്റം എങ്ങനെയായിരിക്കും എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ന്യൂസ് ഡെസ്ക് മീഡിയ 1.
ഹജ്ജ് തീർത്ഥാടനത്തിന് വെട്ടിക്കുറച്ച ഇന്ത്യയിൽ നിന്നുള്ള 20% സീറ്റുകൾ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ ക്വാട്ടയിൽ നിന്ന്. ക്വാട്ട കുറച്ചത് ടൂർ ഓപ്പറേറ്റർമാർ മുഖേനയുള്ള തീർത്ഥാടകരെ ബാധിക്കും. മക്കയിലെ ഹറം വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഹാജിമാരുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയത്. മക്കയിൽ മസ്ജിദുൽ ഹറാം വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഹാജിമാരുടെ എണ്ണം 20% കുറയ്ക്കാനാണ് സൗദി അറേബ്യ തീരുമാനിച്ചിരുന്നത്. ഇതനുസരിച്ച് നേരത്തെ ഇന്ത്യക്ക് അനുവദിച്ച 1,75,000 ഹാജിമാരിൽ 34,000 പേരെ കുറയ്ക്കണമെന്നാണ് സൗദി ഹജ്ജ് മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ വർഷത്തേക്കുള്ള ഇന്ത്യൻ ഹാജിമാരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞതിനാൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യ സൗദി ഹജ്ജ് മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. സൗദി അറേബ്യ തന്നെ ആഭ്യന്തര ഹാജിമാരുടെ എണ്ണം 50% കുറച്ച സാഹചര്യത്തിൽ ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നാണ് സൗദി നിലപാട്. ഈ സാഹചര്യത്തിലാണ് നഷ്ടമാകുന്ന 20% സീറ്റുകൾ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ കോട്ടയിൽ നിന്ന് കുറയ്ക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. 45,000 സീറ്റുകൾ അനുവദിക്കപ്പെട്ടിരുന്ന സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ കോട്ട ഇതോടെ 11,000 കുറഞ്ഞു. ഇതിനു മുന്നോടിയായി വിദേശ മന്ത്രാലയം നിയമ മന്ത്രാലയത്തിന്റെ ഉപദേശം തേടിയിരുന്നു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെന്നും 75,000 രൂപ ഇവരിൽ നിന്ന് മുൻകൂർ വാങ്ങിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയ നിയമ മന്ത്രാലയം സർക്കാർ കോട്ട കുറയ്ക്കരുതെന്നാണ് ഉപദേശിച്ചത്. 3 വർഷമായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരാണ് സർക്കാർ കോട്ടയിൽ ഹജ്ജിന് പോകുന്നത്. പുതിയ തീരുമാനമനുസരിച്ച് സർക്കാർ കോട്ടയിൽ പോകുന്ന ഹാജിമാരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നില്ല. മുജീബ് റഹ്മാൻ, മീഡിയ 1, ന്യൂഡൽഹി. കുവൈറ്റിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു. ജൂലൈ 25 വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിർദ്ദേശത്തിന് ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ചു. ഭരണഘടനാ കോടതിയുടെ സുപ്രധാന വിധിയെ തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലായ കുവൈത്തിൽ അടുത്ത മാസം 25-ന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. ഇതു സംബന്ധിച്ച് ഇന്ന് ചേർന്ന ക്യാബിനറ്റ് യോഗത്തിൽ അന്തിമ തീരുമാനമായതായി പാർലമെന്ററി കാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള അൽ സബാഹ് അറിയിച്ചു. ഒരാൾക്ക് ഒരു വോട്ട് എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നിയമത്തിൽ മാറ്റം വരുത്തിയതിനെ തുടർന്ന് ഡിസംബറിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. അമീറിന്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ച് നടപ്പാക്കിയ ഈ പരിഷ്കരണത്തിനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിൽ പ്രതിപക്ഷ ചേരിയിൽപ്പെട്ട മുസൈലം അൽ ബറാഖ് ഉൾപ്പെടെയുള്ളവർ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിയമപരിഷ്കരണത്തിന് പ്രതിപക്ഷം സമർപ്പിച്ച ഹർജിയിൽ കഴിഞ്ഞ ദിവസം ഭരണഘടനാ കോടതി വിധി പ്രസ്താവിച്ചിരുന്നു. അമീറിന്റെ തീരുമാനം കോടതി ശരിവെച്ചെങ്കിലും നിലവിലെ പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് അടുത്ത മാസം 25-ന് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനം വന്നിരിക്കുന്നത്. അതേസമയം ഭരണഘടനാ കോടതിയുടെ വിധി രാജ്യത്തെ പ്രതിപക്ഷ ചേരിയിലും അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷ ചേരിയിലെ പ്രമുഖരായ അഹമ്മദ് അൽ സൗദൂൻ, യൂസുഫ് അൽ സിൽസല തുടങ്ങിയവർ വരുന്ന തെരഞ്ഞെടുപ്പിലും ബഹിഷ്കരണം തുടരുമെന്ന നിലപാടെടുത്തപ്പോൾ ലിബറൽ ഡെമോക്രാറ്റിക് അലയൻസ്, സലഫ് ഇസ്ലാമിക് മൂവ്മെന്റ് എന്നീ പ്രതിപക്ഷ സംഘടനകൾ കോടതി വിധി അംഗീകരിക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കുവൈത്ത് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം പുതിയ മാനത്തിലെത്തി നിൽക്കുകയാണ്. രാജ്യം ഇതേവരെ ദർശിക്കാത്ത പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ പ്രവാസി സമൂഹവും ഉത്കണ്ഠയിലാണ്. അടുത്ത കാലത്ത് കൊണ്ടുവന്ന പല നിയമപരിഷ്കാരങ്ങളും വിദേശികളെ ഏറെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെയും മറ്റും പ്രാധാന്യത്തോടെയാണ് ഭൂരിഭാഗം പ്രവാസികളും നോക്കിക്കാണുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈത്ത്. ബഹ്റൈന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ അംഗീകരിക്കാനാവില്ലെന്ന് റഷ്യ സന്ദർശിക്കാനെത്തിയ ബഹ്റൈൻ പാർലമെന്ററി സംഘത്തോടാണ് വിദേശകാര്യ സഹമന്ത്രി മിഖായേൽ ബഗ്ദനോവ് നിലപാട് വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അക്രമപ്രവർത്തനങ്ങളും അംഗീകരിക്കുന്നില്ലെന്നും അക്രമങ്ങൾ അമർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ശരിയായ ദിശയിൽ നയിക്കാൻ കഴിവുള്ളവരാണ് ബഹ്റൈൻ ഭരിക്കുന്നതെന്നും ബഗ്ദനോവ് കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ വിദേശികളുടെ സിവിൽ ഐഡി അപേക്ഷകൾ ഇനി മുതൽ വൈകുന്നേരങ്ങളിൽ സ്വീകരിക്കും. സ്വദേശികൾക്ക് പാസി ഹെഡ്ക്വാർട്ടേഴ്സിന് പുറമെ വിവിധ പ്രദേശങ്ങളിലുള്ള സേവന കേന്ദ്രങ്ങളിലും അപേക്ഷകൾ സമർപ്പിക്കാം. കുവൈത്തിലെ വ്യാപക പരിശോധന കാരണം മുൻകൂട്ടി ഇക്കാമ പുതുക്കുന്നതിനും മേൽവിലാസം മാറ്റുന്നതിനും മറ്റും വൻ തിരക്കാണ് സുറയിലുള്ള പാസി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെടുന്നത്. തിരക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈകുന്നേരവും വിദേശികളുടെ അപേക്ഷകൾ സ്വീകരിക്കാൻ പാസി സൗകര്യമൊരുക്കിയിരിക്കുന്നതെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് സിവിൽ ഇൻഫർമേഷൻ വകുപ്പ് വക്താവ് ഫലാഹ് അന്നൂർ പറഞ്ഞു. വൈകിട്ട് 4:30 മുതൽ 7:30 വരെയായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. സ്വദേശികൾക്ക് അവരുടെ താമസപരിധിയുള്ള പാസി സേവന കേന്ദ്രങ്ങൾ വഴിയും സിവിൽ ഐഡി സേവനങ്ങൾ ഉപയോഗപ്പെടുത്താമെന്നും പാസി കേന്ദ്ര ഓഫീസ് നൽകുന്ന അതേ സേവനം തന്നെയാണ് സ്വദേശികൾക്ക് ഈ ബ്രാഞ്ചുകളിലും ലഭ്യമാകുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. മീഡിയ 1, കുവൈത്ത്. UAE തീരത്ത് ദുരിതമനുഭവിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള 12 ജീവനക്കാർക്ക് മാസം 30 ശമ്പള കുടിശ്ശിക നൽകാമെന്ന് സിംഗപ്പൂരിലെ കപ്പൽ കമ്പനി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടുത്ത പ്രയാസങ്ങളാണ് കപ്പൽ ജീവനക്കാർ നേരിടുന്നത്. കരാർ പ്രകാരം ജീവനക്കാരുടെ ഡ്യൂട്ടിയിൽ മാറ്റം വരുത്താമെന്നും കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഫുജേറയിലെ ഗോർഫുക്കാൻ തീരത്തോട് ചേർന്ന അയൺ മോൺഗർ 3 എന്ന കപ്പൽ ആഴക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. സോളാർ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. യാതൊരു കുടുംബ ബന്ധവുമില്ലാത്ത ആളോട് എന്ത് കുടുംബകാര്യമാണ് സംസാരിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും പിണറായി ദുബൈയിൽ ആവശ്യപ്പെട്ടു.
അപകടകരമായ വെളിപ്പെടുത്തലാണ് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. തട്ടിപ്പിന് സർക്കാർ തല ബന്ധമുണ്ട്. തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കുന്നതിന് മടിയെന്താണെന്ന് പിണറായി വിജയൻ ചോദിച്ചു. ഇന്റലിജൻസ് മേധാവി സെൻകുമാറിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് എതിരായ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു. ഇത് ഭയന്നാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാവാത്തത്. ഇപ്പോഴും ഭയപ്പെടുന്നു. അത് പ്രാഥമിക അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് മേധാവിയായ സെൻകുമാറിനെ ചുമതലപ്പെടുത്തി. അന്വേഷണം നടത്തിയ സെൻകുമാർ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിൽ സെൻകുമാർ പറഞ്ഞു, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ കൈരളി പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്നായിരുന്നു റിപ്പോർട്ട്. നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട ഒരാളുമായി മുഖ്യമന്ത്രി എന്തിനാണ് 1 മണിക്കൂർ സംസാരിച്ചതെന്നും പിണറായി വിജയൻ ചോദിച്ചു. ഈ ബിജു രാധാകൃഷ്ണനും സരിതാ നായർക്കും ഉള്ളതായിട്ട് നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ എന്ത് കുടുംബകാര്യാണ് അവിടെ ചർച്ച ചെയ്തത്? LDF ഏത് സമയത്തും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ലാവ്ലിൻ കേസിന്റെ വിചാരണ വേഗത്തിലാക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചത് സന്തോഷകരമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. മീഡിയ 1 ദുബായ്. സോളാർ വിവാദത്തിൽ മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം നേരിടേണ്ട അവസ്ഥയില്ലെന്ന് ET മുഹമ്മദ് ബഷീർ MP. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വിവരങ്ങൾ ആശ്വാസകരമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഭരണം ജനോപകാരപ്രദമാണെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെപ്പോലെ ജനസമ്മതനായ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ മുമ്പില്ലാത്തതാണെന്നും മുസ്ലിം ലീഗ് നേതാവും MPയുമായ ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. ദോഹയിൽ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോളാർ വിവാദത്തിൽ ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടേണ്ട സാഹചര്യം നിലവിൽ കേരളത്തിലില്ലെന്നും ET കൂട്ടിച്ചേർത്തു. ഈ ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ മുദ്രാവാക്യം വിളിക്കുന്നത് ചെയ്യാനുള്ളതല്ല. ജുഡീഷ്യൽ അന്വേഷണത്തിന് മൗലികമായിട്ടൊരു കാരണം തെളിയണം. അതല്ല എല്ലാത്തിനും ജുഡീഷ്യൽ അന്വേഷണത്തിന് വിലയില്ലേ? പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേരിൽ ആരോപണമുണ്ടായപ്പോൾ CPM സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അവരെ പിരിച്ചുവിടുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഈ വിഷയത്തിൽ VSനെതിരെ യാതൊരു നടപടിയും എടുക്കാത്ത പാർട്ടി സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് MP ചോദിച്ചു. ഉപമുഖ്യമന്ത്രി സ്ഥാനം അടഞ്ഞ അധ്യായമാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്നും അക്കാദമിക മികവ് മാത്രം മാനദണ്ഡമാക്കി നിയമനം നടത്തുക എന്നത് അപ്രാപ്യമാണെന്നും ET വ്യക്തമാക്കി.